ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. നമുക്കൊരു ഹാൻഡ് വർക്ക് കുർത്തി കണ്ടാലോ? അപ്പോൾ ഓറഞ്ച് കളറാണ് ഞാൻ മെറ്റീരിയൽ എടുത്തേക്കുന്നത്. ഇതാ നമ്മൾ മൂൺ ഗോഡസിനെ ഇൻസ്പയർ ആക്കിയിട്ടൊരു ഹാൻഡ് വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സ്ട്രാ പീസ് ജോയിൻ ചെയ്തിട്ട് നമ്മൾ ഫ്രെയിമിനകത്തിൽ ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ഞാൻ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പേപ്പറിനകത്തിൽ. അപ്പോൾ നെക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ താഴോട്ട് 14 ആണ് ലെങ്ത്തിന് ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഒരു സൈഡിൽ നിന്ന് നമ്മൾ ആ മൂൺ ഗോഡസിൻ്റെ പിക്കിൽ കണ്ട പോലെ ഒരു സൈഡിൽ നിന്നാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഞാനൊരു റഫായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. അത് എൻ്റെ ഇഷ്ടത്തിനാണ് കേട്ടോ വരച്ചെടുത്തേക്കുന്നത്. സ്റ്റമ്പും ലീഫും ഒക്കെ വരുന്ന പോലെ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇതിന് ഓറഞ്ചിന് മാച്ചായ പോലെ ഒരു ബ്ലൂ കളർ, ഒരു ഡാർക്ക് ബ്ലൂ കളർ ബീഡ്സ് ഇട്ടിട്ടാണ് കേട്ടോ ഹാൻഡ് വർക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ബ്ലൂ കളർ പാൻറ്റിൻ്റെ കൂടെ പെയർ ചെയ്യാം എന്നുള്ളൊരു രീതിയിലാണ് കോൺട്രാസ്റ്റ്. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ബീഡ്സ് നോക്കിയാലോ? അപ്പോൾ ഞാനിവിടെ ഷുഗർ ബീഡ്സ് ആണ് കേട്ടോ, സ്റ്റമ്പിനൊക്കെ കൊടുക്കാൻ എടുക്കുന്ന ഹാൻഡിക് ഷുഗർ ബീഡ്സ് ആണ് ഇത്. അതാണ് ഞാൻ സ്റ്റമ്പിന് കൊടുക്കാൻ എടുത്തേക്കുന്നത്. പിന്നെ മുട്ടിൻ്റെ ഭാഗത്ത് കൊടുക്കാനാണ് ഞാൻ ഈ ബ്ലൂ കളർ എടുത്തേക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് സൈസ് അറിയത്തില്ല, 2mm ആണെന്ന് തോന്നുന്നു, അറിയില്ല. ഇനി നമുക്ക് ചെയ്തു തുടങ്ങിയാലോ? അപ്പോൾ അതാ സ്റ്റമ്പ് ഞാൻ ചെയ്ത് കൊടുക്കുവാണ്. ആൻറ്റിക് ബീഡാണ് ഇത്. അപ്പോൾ അതാ ഞാൻ വരച്ച സ്റ്റമ്പിൻ്റെ അവിടെ വരെ കൊണ്ട് നിർത്തിയിട്ട് ഒരു ബ്ലൂ ബീഡും അതിൻ്റെ താഴെ ഒരു ആൻറ്റിക് ബീഡും വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ മുട്ട് പോലെ കൊടുക്കുന്നത്. അങ്ങനൊരു 4 ലെയർ കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് താഴോട്ടെല്ലാം സ്റ്റമ്പും കൊടുത്ത് ഇതേപോലെ മുട്ടൊരു 4 ലെയർ കൊടുക്കുന്നുണ്ട്. ടൈം എടുക്കുന്നുണ്ട്. ബീഡ്സ് മാറുന്നതോളം എൻ്റെ ടൈമും നന്നായി പോകുന്നുണ്ട്. ഇതേപോലെ ഇവിടുന്ന് ഒരു സൈഡിലും ഹാൻഡിൻ്റെ പോർഷനിൽ ഒരു സൈഡിലും നമ്മൾ ഏത് സൈഡിലാണോ ഷാൾ ഇടുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് ഞാൻ വലത്ത് ഭാഗത്ത് തന്നെയാണ് ഒരു സൈഡിൽ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്നത്, ഒരു സ്ലീവിൽ. നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ഞാൻ ലോക്കല്ല ഇടുന്നത്, ആ മുത്തിനകത്തൂടെ നമ്മുടെ ത്രെഡ് എടുത്ത് ലോക്ക് ചെയ്യുവാണ് കേട്ടോ. ആ മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതാണ് എനിക്ക് ഒന്നുകൂടെ എളുപ്പം. ലോക്കിടുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് ലോക്കിട്ടില്ലെങ്കിൽ അവിടെ നൂല് പൊങ്ങി നിൽക്കുന്ന ഒരു വൃത്തികേട് തോന്നും. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡിനെല്ലാം ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഫ്ലവറൊക്കെ ചെയ്യുമ്പോഴാണ് ഞാൻ ലോക്കിട്ട് പോകുന്നത്. ഫ്ലവർ ചെയ്യുമ്പോൾ നമുക്ക് ബീഡ്സിനകത്തോട് ഇടാൻ ത്രെഡ് ഇട്ട് ലോക്ക് ചെയ്യാൻ ഭയങ്കര പാടാവും. അപ്പോൾ ഞാൻ ലോക്ക് ചെയ്തെടുക്കും. ഏകദേശം നമ്മുടെ ഫ്രണ്ട് ഭാഗത്തെ ഹാൻഡ് വർക്ക് തീരാറായിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ലീവിലൂടെ ചെയ്യണം കേട്ടോ. സ്ലീവിൽ ചെയ്യാനായിട്ട് ഇതാ ഞാൻ തുണി ജോയിൻ ചെയ്ത് സ്ലീവിൽ ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ആദ്യം ഷുഗർ ബീഡ്സും പിന്നെ ഈ ബ്ലൂ ബീഡ്സും വെച്ചിട്ട് സെയിം ഇതേപോലെ. എനിക്ക് തുണി തികയാത്ത കാരണമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ജോയിൻ ചെയ്തെടുത്തേക്കുന്നത്.
ഞാൻ സ്ലീവിൻ്റെ സെൻറ്റർ പോർഷനിൽ നിന്ന്, നമ്മുടെ ഈ ഷോൾഡറിൻ്റെ അവിടുന്ന് സെൻറ്റർ പോർഷനിൽ നിന്ന് താഴോട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. തുണി ഇങ്ങനെ ഇരിക്കുന്ന കാരണമാണ് ഞാൻ പേപ്പറിൽ വരച്ച് കാണിക്കാത്തത് കേട്ടോ. അത് ഇങ്ങനെ ഇരിക്കുന്ന കാരണം പേപ്പറിൽ വരച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും, അതുകൊണ്ടാണ്. അപ്പോൾ ഏകദേശം ഒരു ലെയർ കൂടെ കഴിഞ്ഞാൽ നമ്മുടെ സ്ലീവ്സിൻ്റെ വർക്കും കംപ്ലീറ്റ് ആവും. അപ്പോൾ ഹാൻഡ് വർക്ക് കഴിഞ്ഞിട്ടുള്ള സ്ലീവ്സിൻ്റെ ലുക്കാണ് ഇത്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് കണ്ടാലോ. സ്റ്റിച്ചിങ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല, ഔട്ട്ലുക്കാണ് ഇത്, ഒരു സൈഡിൽ നിന്ന് വന്ന ഹാൻഡ് വർക്ക്. അപ്പോൾ ഞാൻ കോൺട്രാസ്റ്റ് കളർ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ 2 കളർ ചൂസ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.